버전은 국밥을 줄에 인젠 말라야리스 해마 It's Videsham, it's Videsham, say right now കേരം തിങ്ങണ നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കര എന്തൊരു ഭേദം ഇവിടൊളിയമ്പും കുതികാലും മാത്രം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം മലയാളി എന്നും ഗമയുടെ കോലം ഏഷണിശീലം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം SilverVideoUSA.com. For Malayalam movies, DVDs, and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടാകും. കോടിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. ഹലോ ഹലോ, എടി കത്രീന കൊച്ചേ, ഇത് ഞാനാടി. അത് പിന്നെ എനിക്കറിയാൻ മേലേ, എന്നെ ഈ ഭൂലോകത്താരല്ലേ പിന്നെ കത്രീന കൊച്ചേന്ന് വിളിക്കും. എടി നിന്റെ ഇളയ മോനും മരുമോളും അവിടെ ഉണ്ടോടി? അതുങ്ങൾ കടയിലെങ്ങാണ്ട് പോയിരിക്കുക. എടി നീ അവിടെ എന്തോടുക്കുവാടി? ഓ, ഞാനിവിടെ എന്നാടുക്കാനാ, കൊച്ചുമക്കളെ നോക്കാനല്ലേ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ പണി നന്നായിട്ട് ചെയ്തെങ്കിലല്ലേ അതുങ്ങൾക്ക് സന്തോഷമാകത്തുള്ളൂ. അത് നല്ല ഒന്നാന്തരായിട്ട് ചെയ്യുന്നുണ്ട്. നിനക്ക് പിള്ളേരെ നോക്കി പരിചയമെങ്കിലും ഉണ്ട്. അതൊന്നുമില്ലാത്ത ഞാൻ ആ പണി ചെയ്യുമ്പോഴാണ് നീ എത്ര കഷ്ടപ്പെട്ട പിള്ളേരെ വളർത്തിയത് ഞാൻ ഓർക്കുന്നത്. ആ, ഇപ്പോഴെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടല്ലോ. എന്നാന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളുടെ സന്തോഷം അല്ലേ മനുഷ്യ, നമ്മുടെ ഒരു സന്തോഷം. അത് നീ പറഞ്ഞത് നേരായിട്ടോ. മക്കളുണ്ടായത് മുതല് അവരുടെ സുഖവും സന്തോഷമായിരുന്നു നിനക്ക് പ്രധാനം. ഇന്നും നിന്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ലല്ലേ? അവരെന്നാ പറഞ്ഞാലും ചെയ്താലും നമ്മുടെ മക്കളല്ലാതാവൂ. എന്നാടി നിന്നെ ഇനി ഒന്ന് കാണുന്നത്? ഈ ഞായറാഴ്ച അങ്ങോട്ട് കൊണ്ട് വിടാമെന്ന് മോൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അകന്നിരുന്നെങ്കിലേ അടുത്തിരിക്കുന്നതിന്റെ സുഖം അറിയുമെന്ന് പഴമക്കാർ പറയുന്നത് എത്ര ശരിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ, വയസ്സുകാലത്ത് രണ്ട് മക്കളും കൂടെ അപ്പനെ അമ്മയെ അങ്ങ് പങ്കിട്ടെടുത്തിരിക്കുവല്ലേ. അപ്പനെ മൂത്ത മോനും അമ്മയെ രണ്ടാമത്തെ മോനും. ഇക്കണക്കിന് നമുക്ക് 3 പിള്ളേരുണ്ടാകാഞ്ഞത് ഭാഗ്യമെന്ന് ഞാൻ ചില നേരത്ത് ഓർക്കും. അതെന്താടി നീ അങ്ങനെ ഓർക്കാൻ കാരണം? മൂന്നാമത്തവന്റെ മക്കളെ ആര് നോക്കിയാന്? അതിനെന്താ സംശയം? മൂന്നാമത്തെ ആളിന്റെ മക്കളെ നമ്മുടെ രണ്ടുപേരും അടുത്ത് മാറി മാറി കൊണ്ടുവിട്ടേനെ, അല്ലാതെന്താ? പിള്ളേര് വന്നെന്നാ തോന്നുന്നേ. ഇന്നാളൊരു ദിവസം ഫോൺ വിളിച്ചോണ്ടിരുന്ന് പാല് തിളച്ചാടിയെന്ന് പറഞ്ഞ പെണ്ണ് എന്നോട് 2 ചാട്ടം. എന്നാ പിന്നെ വെച്ചേരടി, മരുമോടെ വായിരിക്കുന്നത് കേക്കണ്ട. എന്നാ പിന്നെ ഞായറാഴ്ച കാണാം കേട്ടോ. വാടി, കേറി വാടി. എത്ര നേരമായിട്ട് ഞാൻ നോക്കിയിരിക്കാന്നറിയാമോ? ഇരിക്കെ. അപ്പൻ എന്താ എത്ര നോക്കിയിരിക്കാൻ? ഇതിനു മുമ്പ് അമ്മയെ കണ്ടിട്ടില്ല? കൊണ്ടടാ, കണ്ടിട്ടുണ്ടടാ. കഴിഞ്ഞ 40 വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുവാടാ. ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു ദിവസം പോലും ഞങ്ങൾ അകന്നിരുന്നിട്ടില്ല. അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലടാ. ഇല്ല, എനിക്ക് മനസ്സിലാകത്തില്ല. അപ്പന് മാത്രമേ മനസ്സിലാവുള്ളൂ. എടാ, നിന്റെ തള്ള നിന്നെ സോഫയിൽ എഴുന്നിട്ട് നിന്റെ പമ്പറന്നോടത്തേക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് കേട്ടല്ലോടാ. ലിവിംഗ് റൂമിൽ ഇട്ടിരിക്കുന്നത് വില കൂടിയ സോഫായ. അത് ഷോയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാ. അതിലിരിക്കണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ന്യൂസിങ് എത്തിയോ? എത്തൂടാ, എത്തും.
അങ്ങനെ ഞങ്ങള് പരസ്പരം അറിയാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തില്ലടാ. ഞാൻ അപ്പനോട് വഴക്കിനൊന്നും വന്നതല്ല. എനിക്ക് തിരക്കുണ്ട്, ഞാൻ ഇറങ്ങുക. ആർക്കും ഒന്നിനും നേരമില്ല, എല്ലാവർക്കും തിരക്ക്. മോനും മരുമോളും ഒക്കെ എവിടെ പോയി? അവരാരുടെ വീട്ടിൽ പാർട്ടിക്ക് പോയിരിക്കുക. നിങ്ങളൊന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഇതന്നെ ഇവിടെ പട്ടിണി കിടക്കുകയാണോ? എടി കത്രീന കൊച്ചേ, എന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ അനുസരിച്ച് വെച്ചു വിളമ്പി തരാൻ ഇവിടെ ആരാടി? മരുമോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്റെ മനുഷ്യ. മരുമോളുണ്ടാക്കി, അവര് കഴിക്കുന്നത് തന്നെ പുറത്തുനിന്നാ. ഞാൻ വല്ലപ്പോഴും ഇത്തിരി കഞ്ഞി വെക്കും, തൊട്ട് താക്കാൻ ഇത്തിരി അച്ചാറ് കൊടുക്കും മതി, വല്ലപ്പോഴും ഇത്തിരി പപ്പടം പൊട്ടിക്കും. ചുമ്മാതല്ല നിങ്ങൾ ഇങ്ങനെ ഒരു കോലം കെട്ടുപോയത്. മക്കളുടെ കൂടെ സൂഹിക്കാൻ വന്നത് അതന്തേം തള്ളയും കൂടെ. എന്തല്ലോ മനക്കോട്ടകളായിരുന്നു. ഇപ്പൊ എങ്ങനെയാലും നാട്ടിലോട്ട് തിരിച്ചു പോയാൽ മതിയെന്നായല്ലോ. നിനക്കും മടുത്തു തുടങ്ങിയോടി? മരുമോടെ മോന്ത വീർപ്പിക്കൽ കാണേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവള് വലിയ കൊമ്പത്തെയാന്ന് അവിടെ വിചാരം. എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നതാ. നീ ഒന്നോർക്കണം, അമ്മായിമ്മ പോലെ എടുക്കാനേ ഇത് നിന്റെ വീടൊന്നുമല്ല. അവര് കഴിയുന്നത് നിന്റെ ചെലവിലുമല്ല, അത് മറക്കണ്ട. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ ഈ മക്കളെ ഒന്ന് വളർത്തി വലുതാക്കിയെന്ന്? രണ്ടുപേരെയും വയറ് നിറച്ച് തീറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ കലത്തിലെങ്ങാണ്ട് വല്ലതും ബാക്കിയുണ്ടായിരുന്നു. എത്ര ദിവസങ്ങളാ മുണ്ടുമുറുക്കി കൊടുത്ത് പച്ചവെള്ളവും കുടിച്ച് രാത്രി കഴിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാമടി കത്രീന കൊച്ചേ, ഒക്കെ എനിക്കറിയാം. ഓ, നിങ്ങളുടെ ആ കത്രീന കൊച്ചേ എന്നുള്ള വിളി കേട്ടാ മതി എനിക്ക് വയറ് നിറയാൻ. കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ ആ വിളി ഒന്ന് കേൾക്കാതിരിക്കുന്നിട്ടില്ല. ഈ മക്കളുടെ കൂടെ ഈ സുഖവാസത്തിന് അമേരിക്കയിൽ വന്ന പിന്നെ ആ വിളിയും കേൾക്കാതെയായി. നമ്മൾ നമ്മുടെ മക്കളെ ഒത്തിരി ലാളിച്ച് വളർത്തി. അവരാണ് ഇപ്പൊ അതുപോലെ അവരുടെ മക്കളെ ലാളിച്ച് വളർത്തുന്നു. സ്വന്തം കാലിൽ നിൽക്കാറായ പിന്നെ അപ്പനെന്നോ പെറ്റതള്ളയെന്നോ വല്ലോ ഉണ്ടോ? എന്തൊരു ലോകവോ എന്തോ. എടീ കത്രീന കൊച്ചേ, നമുക്ക് തിരിച്ചങ്ങ് നാട്ടിൽ പോയാലോ? അതിന് നമ്മൾ വിചാരിച്ചാ മതിയോ? അവര് ടിക്കറ്റ് എടുത്ത് വിമാനത്തെ കയറ്റി വിട്ടാലല്ലേ പറ്റൂ. അപ്പം നിനക്ക് ഇവിടെ നിൽക്കണോ അതോ നാട്ടിൽ പോണോ? ഓ, നിങ്ങളില്ലാത്ത അമേരിക്ക ഞാൻ എന്നാത്തിന് തന്നെ നിൽക്കുന്നു. അപ്പം നിനക്ക് നാട്ടിൽ പോകാൻ നല്ല മനസ്സില്ലെന്ന് ചുരുക്കം. അത് പിന്നെ സത്യം പറയാമല്ലോ, കൊച്ചുമക്കളെ കൊണ്ട് കൊതി തീർന്നില്ല. കൊച്ചുമക്കളെ കൊഞ്ചിക്കാനുള്ള വലിയ തള്ളയുടെ മനസ്സ് എനിക്ക് മനസ്സിലാകുമടി. വേണ്ട, ഞാനതങ്ങ് സഹിച്ചു. നമുക്കങ്ങ് നാട്ടിൽ പോകാം. കുറെ നാളും കൂടെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കോല വായ്പോ എനിക്കാണെ സഹിക്കാൻ പറ്റുകയില്ല. നീ ഉണ്ടാക്കുന്ന ചോറും കറിയും വെച്ച് ഇനിയുള്ള കാലം കഴിയണമെന്നാ എന്റെ ആഗ്രഹം. എന്നാ അവൻ ഇന്ന് വരുമ്പോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അവൻ എന്നാ പറയുന്നത് നമുക്കൊന്ന് അറിയാമല്ലോ. ഇപ്പൊ ഇവിടെ ഓടി പോകാൻ തക്കോണം ഇവിടെ എന്തുണ്ടായി? 2 മാസം പോലും ആയല്ലോ വന്നിട്ട്. നാട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് നിനക്കറിയില്ല. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തുമില്ല. അല്ല, അപ്പനെവിടെ എന്തിന്റെ ഒരു കുറവാ? അത് എനിക്ക് മനസ്സിലാകത്തു. എടാ, ആകാശത്ത് പറന്നു നടക്കുന്ന ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് പാലും പഴവും കൊടുത്തിട്ട് അതിനോട് ചോദിക്കണം നിനക്ക് സുഖമല്ലേ എന്ന്. അതിന് പറയാൻ പറ്റുമെങ്കിൽ അത് പറയും. എനിക്ക് ഈ പാലും പഴവും വേണ്ട, എനിക്ക് ഈ ആകാശത്ത് പറന്നു നടന്നാ മതിയെന്ന്. അപ്പന് നാട്ടിൽ ചെന്നുള്ള ചായക്കടയെ കറങ്ങി നടക്കണം. ഞാൻ ജനിച്ചു വളർന്ന വീടും എന്റെ നാടും എനിക്ക് എന്നും വലുതാടാ. അതിനോട് കിടപിടിക്കാൻ ഒരു അമേരിക്കയ്ക്കും ആവില്ല. അപ്പനിപ്പോഴും നാട്ടിലെ ചേറും ചെളിയും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലേ? എടാ, ആ ചേറിലും ചെളിയിലും പണിയെടുത്തിട്ട് തന്നെയാടാ നിന്നെ നിന്റെ അനിയനെ ഞാൻ വളർത്തിയത് പഠിപ്പിച്ചതൊക്കെ. നിനക്കത് ഓർക്കാൻ കഴിയില്ലെങ്കിലും എനിക്കത് മറക്കാൻ പറ്റില്ല. അതിനിപ്പോ എന്താ വേണം? നീ 2 ടിക്കറ്റ് എടുത്തു തന്ന് ഞങ്ങളെ നാട്ടിൽ വിടണം. അതാ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. നിങ്ങൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പറഞ്ഞടി കത്രീന കൊച്ചെ, പറഞ്ഞു. എന്നിട്ട് അവൻ എന്നാ പറഞ്ഞു? അവൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെന്ന്. അതേതായാലും നന്നായി കേട്ടോ. ഇനി നമ്മൾ ഇങ്ങോട്ട് പോരാൻ നേരം ആ ഗൾഫുകാരൻ പത്രോസ് പറയുക നല്ല വില തരാം, വീടും പറമ്പും കൊടുക്കുന്നു. നിൽക്കാൻ എന്ത് നന്നായി. അതുകൊണ്ടെന്താ ഇപ്പൊ നമുക്ക് നാട്ടിൽ ചെന്നാ കയറി കിടക്കാൻ ഒരു കൂരയിലും ഉണ്ട്. നമുക്കത് മതിയടി. നമുക്ക് നമ്മുടെ കൂരയും ആ കൂരയ്ക്കകത്ത് എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി വെച്ചു വിളമ്പി തരാൻ നീ ഉണ്ടെങ്കിൽ എനിക്കത് സ്വർഗമാടി, സ്വർഗമാ. നിങ്ങളുടെ നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കരെ എന്തൊരു ഭേദം, ഇവിടൊളിയമ്പും കുതികാലും മാത്രം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശ